ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മുടെ എടപ്പള്ളി അരൂർ ഇവാലുവേറ്റ് ഡ്രൈവിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എടപ്പള്ളി സ്റ്റേഷൻ കാവല ഭാഗത്താണ്. അപ്പം നമുക്ക് അരൂർ എടപ്പള്ളി ഇവാലുവേറ്റ് ഹൈവേനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. അരൂർ ഇടപ്പള്ളി ഹൈവേ പദ്ധതിയിൽ ഭേദഗതി വരുത്തി മെട്രോ വൈഡക്ട് സംയോജിപ്പിക്കുന്നു. പാലാരിവട്ടം ജംഗ്ഷനിൽ നിലവിലെ പദ്ധതി പ്രായോഗികമല്ലാത്തതിനാൽ NH-66-ലെ അരൂർ ഇടപ്പള്ളി എലിവേറ്റഡ് ഹൈവേയുടെ ഡിസൈൻ പരിഷ്കരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് DPR കൺസൾട്ടന്റിനോട് നിർദ്ദേശിച്ചു. കാരണം വരാനിരിക്കുന്ന പിങ്ക് ലൈനിനായുള്ള മെട്രോ വൈഡക്ട് കടന്നുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ DPR കൺസൾട്ടന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. JLN സ്റ്റേഡിയത്തെ കാക്കനാടുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മെട്രോ വൈഡക്ട് നിലവിലുള്ള പാലാരിവട്ടം ഫ്ലൈഓവറിന് മുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. ഇത് ഉൾക്കൊള്ളുന്നതിനായി മെട്രോ വൈഡക്ട് സുഗമമായി കടന്നുപോകുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ NHAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുണ്ടന്നൂർ, വൈറ്റില ജംഗ്ഷനുകളിലെ നിലവിലുള്ള ഫ്ലൈഓവറുകൾക്ക് സമീപം ഒരു എലിവേറ്റഡ് ഹൈവേ DPR നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പാലാരിവട്ടം ബൈപാസ് ഇന്റർസെക്ഷനിൽ മെച്ചപ്പെട്ട രൂപകൽപ്പനയ്ക്കായി കൂടുതൽ വിശകലനം ആവശ്യമാണ്. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ഒരു വിപുലീകരണമായിട്ടാണ് ഇടപ്പള്ളി അരൂർ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. DPR കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്ക് 3600 കോടി രൂപ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്ന NH-66 വീതികൂട്ടൽ ജോലികൾക്കൊപ്പം ഇടപ്പള്ളി അരൂർ പാതയും പൂർത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈഡൻ പറഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ എടപ്പള്ളിയിലെ പുതിയതായിട്ട് 3 അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന NH-66 പുതിയ അണ്ടർപാസ് ആണ്. ഇനി നമ്മൾ എടപ്പള്ളി സ്റ്റേഷൻ കോലയിൽ തിരിയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇത് ഇവിടെ വന്നിട്ട് യൂട്ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കുറച്ച് കറങ്ങണമെന്നുള്ളൂ, എങ്കിലും ബ്ലോക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലുലുവിലേക്ക് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് ഉണ്ടാകണം. കാരണം ലുലുവിലേക്കുള്ള എൻട്രൻസും NH-66 എൻട്രൻസും തമ്മിൽ ഡിഫറൻസ് ആണോ, അല്ലെങ്കിൽ ലുലുവിലേക്ക് ഓഫർ ചെയ്യുന്ന സമയത്തുള്ള ബ്ലോക്ക് നമ്മുടെ നോർമൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് പെടേണ്ട അവസ്ഥ ഉണ്ടാകരുത്. രണ്ടിനും സെപ്പറേറ്റ് എൻട്രൻസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്കൊന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എടപ്പള്ളി അരൂർ ഇവാലുവേറ്റ് ഹൈവേൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തോട്ട് പോകാം. ടോപ്രമോളിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് ആരംഭിച്ചേക്കുന്നത്. ആ ഭാഗത്തേക്ക് ഒന്ന് പോകാം. അങ്ങനെ നമ്മളിതാ ചുറ്റിക്കറങ്ങി നേരെ നമ്മൾ എടപ്പള്ളി സ്റ്റേഷൻ കാവല ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കൊച്ചിയിലെ മെട്രോ സ്റ്റേഷനും പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ലുലു മോളും കാണാൻ പറ്റും. അപ്പോൾ ഇനി ഈ കാണുന്ന സീൻ ഇനി ഉണ്ടാകത്തില്ല. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി യൂട്ടേൺ തിരിയേണ്ടി വരും. അല്ലെങ്കിൽ നേരെ നമുക്ക് കണ്ടങ്ങനോട് ഒരു ആലുവ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് നേരം കിടക്കുമ്പോഴത്തേനും നമ്മുടെ കൊച്ചി മെട്രോ പാസ് ചെയ്യുന്ന വീഡിയോ കണ്ടത് തന്നെ ഭാഗ്യം. കാരണം എപ്പോഴും നമുക്ക് കിട്ടാറില്ല ഈ ഭാഗ്യം. അപ്പോൾ നമ്മളെന്തായാലും ക്യാമറ കണ്ണുള്ളിൽ നമ്മുടെ കൊച്ചി മെട്രോ പാസ് ചെയ്യുന്നത് കിട്ടി. അപ്പം നമുക്ക് ഇനി അപ്പുറം കടന്നിട്ട് നമുക്ക് എടപ്പള്ളി ഇവാലുവേറ്റ് ഹൈവേനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് തുടരാം. അപ്പം നമ്മൾ എടപ്പള്ളി സ്റ്റേഷൻ കാവല ഭാഗത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ ബ്ലോക്ക് ഇനി ഉണ്ടാകത്തില്ല. പിന്നെ ലുലുവിലേക്കും നേരെ പോകേണ്ടവർക്കും റൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു വഴി ഉണ്ടെങ്കിൽ തന്നെയാണ് കംപ്ലീറ്റ് ഈ ബ്ലോക്ക് മാറത്തുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മളിതാ ഈ എടപ്പള്ളി സ്റ്റേഷൻ കാവല സിഗ്നലിൽ നിന്ന് ഗ്രീൻ സിഗ്നലിൽ പാസ് ചെയ്തു. അപ്പോൾ ഇനി നാളെ മുതൽ ഈ സിഗ്നൽ ഉണ്ടാകത്തില്ല വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ഒബ്രോമോൾ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് തുടരാം. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NH-66-ലെ ഇടപ്പള്ളി അരൂർ ഭാഗത്ത് 14.64 കിലോമീറ്റർ 6 വരി എലിവേറ്റഡ് ഹൈവേ ആസൂത്രണം ചെയ്യുന്നു. പദ്ധതിയുടെ കൂടുതൽ വിശദമായ വിവരണം ഇതാ. പദ്ധതി അവലോകനം. നിർദ്ദിഷ്ട എലിവേറ്റഡ് ഹൈവേ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ അരൂർ ജംഗ്ഷൻ വരെയാണ്.
പ്രതിദിനം 1,00,000-ലധികം പാസഞ്ചർ കാർ യൂണിറ്റുകൾ PCU കൈകാര്യം ചെയ്യുന്ന തിരക്കേറിയ പ്രദേശമാണിത്. ഉദ്ദേശ്യം NH-66 നിർണായക പാതയായ ഇടപ്പള്ളി അരൂർ ബൈപ്പാസിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രൂപകൽപ്പനയും നിർമ്മാണവും തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ വിപരീതയാകൃതിയിലുള്ള പോർട്ടൽ പിയറുകളിലാണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുക. ഒരു തൂൺ ഫുട്പാത്തിലും മറ്റൊന്ന് ഡിവൈഡറിലും സ്ഥാപിക്കുക. ഇത് സ്ഥലം ലാഭിക്കുകയും സൗന്ദര്യാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിലവിലുള്ള റൈറ്റ് ഓഫ് വേ ഇവ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നു. നഗരത്തിലുടനീളമുള്ള 7 തിരക്കേറിയ സ്ഥലങ്ങളിൽ പോർട്ടൽ പിയറുകൾ നിർമ്മിക്കാൻ NHAI പദ്ധതിയിടുന്നു. 3 സ്ഥലങ്ങൾ പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ ഇതിനകം അന്തിമരൂപം നൽകി. കൊച്ചി മെട്രോയുമായുള്ള സംയോജനം പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിലെ നിർദ്ദിഷ്ട കൊച്ചി മെട്രോ വയഡക്റ്റുമായി തടസ്സമില്ലാത്ത സംയോജനം ഉറപ്പാക്കുന്നതിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡുമായി KMRL ഏകോപിപ്പിച്ച് പദ്ധതി രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ചെലവും സമയക്രമവും പദ്ധതിക്ക് 3,600 കോടി രൂപ ചിലവ് വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ NHAI പദ്ധതിയിടുന്നു. നിലവിലെ സ്ഥിതി DPR കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ലിമിറ്റഡ് അലൈൻമെന്റ് പഠന റിപ്പോർട്ട് NHAIക്ക് സമർപ്പിച്ചു. പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മെട്രോ വയഡക്റ്റിനുള്ള ലംബർ ക്ലിയറൻസ് കണക്കിലെടുത്ത ശേഷം DPR പരിഷ്കരിക്കാൻ NHAI കൺസൾട്ടൻസി സ്ഥാപനത്തോട് നിർദ്ദേശിച്ചു. NH-66 ഭാഗമായ നിലവിലുള്ള അരൂർ ഇടപ്പള്ളി ബൈപ്പാസ് പ്രതിദിനം 1,00,000-ലധികം പാസഞ്ചർ കാർ യൂണിറ്റുകൾ PCU കൈകാര്യം ചെയ്യുന്നു. ഇടപ്പള്ളി അരൂർ ബൈപ്പാസിൽ NHAI ആലോചിച്ചിരിക്കുന്ന 16 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ ഓബറോൺ മാളിന് മുന്നിലുള്ള വരാനിരിക്കുന്ന അണ്ടർപാസിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് പുറപ്പെടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പണി നടന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഒബ്രോൺ മോളിൻ്റെ പിന്നെ നമ്മുടെ ഷവർമൻഡയുടെ ഭാഗത്തായിട്ടാണ്. എന്തായാലും പഴയ സർവീസ് റോഡ് പൊളിച്ചിട്ടുണ്ട്. ഇനി ബൈക്കാർക്ക് മാത്രമേ ഇതിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ റാപ്പിഡ് സ്പീഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഇടപ്പള്ളി ഇനി വേറെ ലെവലായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അതിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മളിതാ ലെഫ്റ്റ് എടുത്ത് പോകണുണ്ട്. നമ്മൾ ഇനി എടപ്പള്ളി സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. റൈറ്റാണ് ഒബ്രോൺ മോളിലൂടെ വർക്ക് നടക്കുന്നില്ല. പിന്നെ മരങ്ങളൊക്കെ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റും. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ ഇനി കയറണം. കാരണം ചില ഭാഗത്തൊക്കെ കമ്പികളും എല്ലാം കിടപ്പുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. പിന്നെ ബൈക്കാർക്ക് മാത്രമേ ഇതിലൂടെ ഇനി പോകാൻ പറ്റത്തുള്ളൂ. കാറൊന്നും പറ്റത്തില്ല. റോഡ് ഇപ്പോൾ ഓൾമോസ്റ്റ്ലി ക്ലോസ് ആണ്. പിന്നെ ബൈക്കാർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില ഭാഗത്തൊക്കെ കമ്പികളും കിടപ്പുണ്ട്, അതുപോലെ പൊടിയും കിടപ്പുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഇടപ്പള്ളി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വാഹന അണ്ടർപാസുകളുടെയും ഫ്ലൈഓവറുകളുടെയും നിർമ്മാണം NHAI ആരംഭിച്ചു. ഇടപ്പള്ളി പാലാരിവട്ടം ബൈപ്പാസ് കോറിഡോറിനും ഇടപ്പള്ളി വരാപ്പുഴ NH-66 കോറിഡോറിനും മുകളിലായി 650 മീറ്റർ നീളമുള്ള 2 ഫ്ലൈഓവറുകൾ നിർമ്മിക്കും. അവയ്ക്ക് താഴെയുള്ള സ്ഥലം വാഹനങ്ങൾക്ക് 180 ഡിഗ്രി തിരിവ് എടുക്കാൻ അണ്ടർപാസുകളായി പ്രവർത്തിക്കും. NH-66 NH-544 എന്നീ മുറിച്ചു കിടക്കുന്നിടത്തെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനായി 2 വാഹന അണ്ടർപാസുകൾ VUP ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇടപ്പള്ളി ജംഗ്ഷന്റെ ഇരുവശത്തും 2 ഫ്ലൈഓവറുകൾ നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI ആരംഭിച്ചു. അങ്ങനെ ഇടപ്പള്ളി പാലാരിവട്ടം ബൈപ്പാസ് കോറിഡോറിനും ഇടപ്പള്ളി വരാപ്പുഴ NH-66 കോറിഡോറിനും സമാന്തരമായി 650 മീറ്റർ നീളമുള്ള 2 ഫ്ലൈഓവറുകൾ നിർമ്മിക്കും. ഇടപ്പള്ളി ജംഗ്ഷന്റെ തെക്ക് വശത്തുള്ള ഓബറോൺ മാളിന് സമീപവും ജംഗ്ഷന്റെ വടക്ക് വശത്തുള്ള ലുലു ഗ്രൂപ്പ് ഓഫീസിന് മുന്നിലുമായിരിക്കും ഇവ നിർമ്മിക്കുക. 2 ഫ്ലൈഓവറുകളും ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതേസമയം അവയ്ക്ക് താഴെയുള്ള സ്ഥലം വാഹനങ്ങൾക്ക് 180 ഡിഗ്രി തിരിയാൻ അണ്ടർപാസുകളായി പ്രവർത്തിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. വീതി കൂട്ടിയ NH 2026 മാർച്ചിൽ തയ്യാറാകുമ്പോഴേക്കും ഇടപ്പള്ളി മുത്തക്കുന്നം NH-66 പാത വീതി കൂട്ടുന്ന അതേ കമ്പനി തന്നെയായിരിക്കും ഈ ഘടനകളും നിർമ്മിക്കുക. അങ്ങനെ NH-544 വാഹന യാത്രക്കാർക്ക് ഒന്നിലധികം ട്രാഫിക് സിഗ്നൽ മാറ്റങ്ങൾക്ക് കാത്തിരിക്കാതെ ഇടപ്പള്ളി ജംഗ്ഷൻ കടക്കാൻ കഴിയും. എന്നിരുന്നാലും നിർദ്ദിഷ്ട ഫ്ലൈഓവറുകൾക്ക് താഴെയുള്ള VUPകൾ ഉപയോഗിച്ച് ജംഗ്ഷൻ മുറിച്ചു കടക്കാൻ അവർക്ക് ഏകദേശം 2 കിലോമീറ്റർ അധിക ദൂരം സഞ്ചരിക്കേണ്ടിവരും. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് ഇടപ്പള്ളി എന്നതിനാൽ ജംഗ്ഷന്റെ ഇരുവശത്തുമുള്ള VUPകൾ ഹൈവേകളിലെ പരമ്പരാഗത VUPകളേക്കാൾ വളരെ വീതിയുള്ളതായിരിക്കും. ഓബറോൺ മാളിന് മുന്നിലുള്ള സർവീസ് റോഡിൽ VUPക്കായുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ NHAI ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇടപ്പള്ളി അരൂർ ബൈപ്പാസിൽ NHAI ആലോചിച്ചു വരുന്ന 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേ ഓബറോൺ മാളിന് മുന്നിലുള്ള വരാനിരിക്കുന്ന അണ്ടർപാസിന്റെ തെക്ക് ഭാഗത്തു നിന്ന് ആരംഭിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. VUPകൾ തയ്യാറായി കഴിഞ്ഞാൽ NH-544 കളമശ്ശേരിയിൽ നിന്ന് ഇടപ്പള്ളിയിൽ നിന്ന് വലത്തേക്ക് തിരിയാനും NH-66
വരപ്പുഴയിലേക്ക് പോകാനും ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിയുകയും ഒബറോൺ മാളിന് സമീപമുള്ള VUP ഉപയോഗിക്കുകയും നേരെ വരപ്പുഴയിലേക്ക് പോകുകയും വേണം. അതുപോലെ ഇടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലയിലേക്ക് വലത്തേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന മാമംഗലം ഭാഗത്തുനിന്ന് ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞ് ലുലു ഗ്രൂപ്പ് ഓഫീസിന് സമീപമുള്ള VUP ഉപയോഗിക്കുകയും നേരെ വൈറ്റിലയിലേക്ക് പോകുകയും വേണം. വൈറ്റിലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആലുവയിലേക്ക് വലത്തേക്ക് തിരിയാൻ അനുവാദമുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനായി NH ബൈപ്പാസിനെ NH 66ന്റെ ബാക്കി ഭാഗങ്ങളുമായി ജംഗ്ഷന്റെ വടക്കുവശത്ത് ബന്ധിപ്പിക്കുന്ന ഒരു അണ്ടർപാസിന് പകരം ഇടപ്പള്ളിയിലെ നിർദ്ദിഷ്ട ഫ്ലൈഓവറുകൾക്ക് താഴെയുള്ള 2 വീതികൾ NH ആയി തിരഞ്ഞെടുത്തതായി അറിയുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ NH 66നെ പറ്റിയുള്ള നമ്മുടെ എടപ്പള്ളി ഡ്രൈവിനെ പറ്റിയും പിന്നെ എടപ്പള്ളിയിലും നമ്മുടെ ഒബ്രമോളിൻ്റെ ഭാഗത്ത് വരാൻ പോകുന്ന പുതിയ അണ്ടർപാസിനെ പറ്റിയുള്ള വീഡിയോ ഫ്ലൈ ഓവറിനെ പറ്റിയുള്ളതൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽസ് കിട്ടാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കാണുന്ന കാഴ്ച നാളെ ഇനി ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഈ മരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ആൾക്കാർ എന്നെ ചീത്ത പറയുകയാണ്. കാരണം പണിക്ക് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് വൈറലാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡേ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റ് വീഡിയോ കൂടെ ഒന്ന് കാണാം. എന്തായാലും ടപ്പേ എന്നാണ് കാണുന്നത്. കാരണം ഡേ ഇത്രയും ആണെങ്കിൽ നൈറ്റാണ് വർക്ക് ആരംഭിച്ചത്. കാരണം ട്രാഫിക് ബ്ലോക്കുള്ള ഒരു കിടിലൻ ഏരിയയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.